ഹായ്. അപ്പോൾ നമുക്കേ ഇന്നൊരു അമ്പലത്തിൽ പോകാം കേട്ടോ. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ്. അതുപോലെ അത്യാവശ്യം ഇപ്പോൾ ഫേമസ് ആയിട്ടൊരു അമ്പലമാണ്. പക്ഷെ ഞാൻ ആകെ ഇതിനു മുമ്പ് ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ എന്നാൽ ബൈക്കിന് പോയേക്കാന്നായിരുന്നു പ്ലാൻ. പക്ഷേ മഴ ആയതുകൊണ്ട് എന്നാൽ കാറിന് പോയേക്കാന്ന് വെച്ചു. അങ്ങനെ കാറൊക്കെ തിരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ സ്വിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും സ്വിച്ചും കൂടെ അമ്പലത്തിലോട്ട് പോയി. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അമ്പലം മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് സമീപം കറുകച്ചാലിൽ മാമുണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായി തമിഴ് സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒത്തിരി റീൽസിലും അല്ലാതെയൊക്കെ നിങ്ങളിപ്പം ഈ അമ്പലം കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും. എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഞാനൊരു 2 വർഷം മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഓട്ടോ വരുന്നതുകൊണ്ടാണ് ഇത് കേരളത്തിലെ ഒരു അമ്പലമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു അമ്പലമാണെന്ന് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. അതുപോലെ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു അമ്പലവും കൂടെയാണ് ഈ ക്ഷേത്രം. ഏകദേശം 13 കോടിയിലധികം രൂപ ചെലവിട്ട് 15 വർഷം കൊണ്ടാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 83 അടി ഉയരമുള്ള രാജഗോപുരമടക്കം 10 ഗോപുരങ്ങളിലായിട്ട് 12 പ്രതിഷ്ഠകളാണ് അമ്പലത്തിലുള്ളത്. അതുപോലെ തന്നെ ശ്രീരാമന്റെ 12.4 അടി ഉയരമുള്ള ഒരു പ്രതിഷ്ഠയും ഹനുമാൻ സ്വാമിയുടെ 7.4 അടി ഉയരമുള്ള ഒരു പ്രതിഷ്ഠയും ഈ അമ്പലത്തിലെ ഒരു സവിശേഷതയാണ്. ദുർഗയും മഹാദേവനും മഹാദേവന്റെ മടിയിൽ പാർവതിയും എന്നുള്ള സങ്കല്പത്തിലാണ് പ്രധാന ഗോപുരത്തിലെ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത്. അങ്ങനെ അമ്പലമൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി ഒരു ചായ കുടിക്കാനായിട്ട് നിന്ന്. അങ്ങനെ ചായ ഓർഡർ ചെയ്ത് നിന്നപ്പോഴാണ് ഇവനെ കണ്ടത്. ഇവൻ ആള് വേന്ദ്രനാണ് കേട്ടോ. ഇവന് നമ്മളോട് കമ്പനി ആണോന്നുണ്ട്, അടുത്ത് വരുന്നുണ്ട്. പക്ഷേ എവിടെയോ ഒരു ചെറിയ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ആള് ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ചായ വന്ന് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ